കേറാൻ വയ്ക്കൂല, ഇറങ്ങാ പിന്നെയും കുഴപ്പല്ലേ ഇനി. ഞാൻ പിടിച്ചാലൊന്നും അപ്പൊ ചിരിച്ച 3 ആള് നിലത്ത് കിടക്കും. 3 നിലത്തുണ്ടാവും. 2 3 മുന്നു വന്ന് ഇപ്പൊ ഉത്സാറിയിക്കണ്. കൊറേ ആൾക്കാർ നിങ്ങളൊക്കെ പ്രാർത്ഥനയും കാര്യൊക്കെ ഉണ്ട് കേട്ടോ. അസ്സലാമലൈക്കും. ഇവിടെ കുറച്ചാൾക്കാർ പള്ളിയൊക്കെ കഴിഞ്ഞെത്തിക്കണ്. മോണ്ടനും അനുപോയോ? മറ്റാള് കുറച്ച് ഹിജാബ്സ് ഇട്ടിക്കണ, അതിന്റെ വീഡിയോക്ക് വേണ്ടിട്ട് നിക്ക. എന്ത് ഓർത്തരുവോ? എന്നാ ഓർത്തരും. ഇതുവരെ ക്യാമറമാൻ ഞാനേ. ഈ കണ്ടം കിട്ടിട്ടോ. ഇതാ ഷാളാടാ അപ്പത്തെ. അത് ജിച്ച് വാങ്ങി തന്നെ. ഏത് ചുരിദാറ്? ഇതോ ഉള്ളത്തെ ഷാളോ? അതുപോലെ എന്നാണോ? അല്ല, അതിനുള്ളില് വെള്ളം. ഞാൻ എങ്ങനെ എടുക്കേണ്ടി പറഞ്ഞു. എനിക്ക് ഇപ്പൊ ഷാളിന്റെ പരസ്യാണ്. അപ്പൊ ഷാളിന് രസമാണ്. ഞാനും അപ്പൊ വെറുതെ വന്ന് പെട്ടല്ലേ പഠിച്ചോനെ അറിയണ്ട്. രസത്തിൽ വെക്കൂട്ടോ. എനിക്ക് എന്താ വേണ്ടിയേ? നല്ല രസമല്ലേ ക്ലിപ്പ് ഒന്ന് നോക്കിയേ. അപ്പൊ എന്റെ മുഖം വേണ്ടേല് അതെ കൗത്ത് ഞാൻ ഒന്നും എടുത്തിട്ടില്ലേ. ആ കാട്ടിക്കൂട് എന്തേലും കൊണ്ട് കാട്ടിക്കൂടാ അങ്ങട്ട്. ഞാൻ ഒന്നും എടുത്തിട്ടുള്ളേ. വേറെ ക്ലിപ്പ് എടുത്ത് നല്ല രസത്തിൽ എനിക്ക് ഇതിന് പറ്റുന്നതന്നെ പറ്റുള്ളൂ. എന്റെ മുഖം പോപ്പ എന്ത് കാട്ടാനാണ് എടുക്കണേ. ആ എന്തേലും കാട്ടി കുടിച്ച് എന്നെ പിടിച്ച് ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കൂ. അതാണ് താല്പര്യമില്ലാത്ത പൈച്ചില്ലടാ. കൊണ്ട ചോർന്നിട്ട് പോട്ടോ. പിന്നെ പൂക്കോട്ടും പാടക്കാരി നീയായിരുന്നു. കുഞ്ഞാൻ വീട്ടിൽ പോയോ? ജില്ലയിനിയോ? എന്താടാ എന്റെ ഫാൻറ്റിമൊക്കെ ഓരോ മുട്ടുകള് മോഡല്. ഇത് നല്ല കളർ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. വാഷിംഗ് മെഷീനിലിട്ട് അതിന് ചളി. ഇപ്പത്തെ മോഡലൊക്കെ ചളി കളറല്ലേ ഫാന്റ്. ഒരു ചളി കളർ രൂപം അങ്ങനത്തെ ചളിയാക്കി വരരുതേ. പെണ്ണുങ്ങൾക്ക് അതിന്റെ അടങ്ങാറ് ഓരോ ചാകും വലിച്ചു കയറ്റിട്ട് പോകും. ഓണ്ട അവിടെ ഉണ്ട്. എന്തോ ഒരു പ്ലാന്. തിന്നണം, തല്ലൂടണം, കളിച്ചാൻ പോണം. ഷംനി ഓന് ഭയങ്കര അടിയില്. അതിന് ഓളൊരു തിരിയിടാൻ നിക്കും. ആദ്യേ വെള്ളം കലക്കട്ടടാ. തണുത്തളം ഉണ്ടല്ലോ ഫ്രിഡ്ജില്. പോയി വെള്ളം കലക്കിക്കല്ലേ. കുടിച്ചാനറിയോ? ഓനെ ഓ ഹെവി ഡ്രൈവർ ആയില്ലേ. പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത സ്ഥലം നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമല്ല കേട്ടോ. ഒക്കെ മറ്റോലെ വീടാണ്. ഓലെ വീടിന്റെ മുന്നാണ്. പഠിച്ചാലല്ലേ 2 ദിവസോ 3 ദിവസോ? ഇത് എത്ര ദിവസം എടുത്ത് പഠിച്ചാന്? ഞാനും. പക്ഷെ എനിക്കിപ്പോഴും ശരിക്കറിയില്ലേ. അത് പിന്നെ കൈ നടക്കുന്ന പോയോ? ഒരു ഓനോട് റേസ് സൗണ്ട് ആണ്. എവിടുന്ന സൗണ്ട്? അത് തിരിച്ചാലും തിരിയില്ലല്ലേ. 1 കിലോ ചോറുന്നുണ്ട് വരും. ഈ മാസം കിട്ടും. നല്ല കളറ്. ഇവിടെ നല്ല അടിപൊളി കളറാക്കില്ലേ വണ്ടിക്ക്. ഞങ്ങൾ ചക്കടാൻ പോകുന്നുണ്ട്. ഒരു ചക്ക പൊരിയാണല്ലോ നമ്മളെ കുഞ്ഞുമാക്കാൻ്റെ നിങ്ങൾ നാളെ എടുത്തിട്ട് അവിടെ ഉണ്ടാവൂല്ലോ ചക്ക. അറിയില്ല ചക്ക ഉണ്ടാവും. ചക്ക പൊരിക്കാൻ
എന്താ പ്ലാന് ചെയ്തോ? എന്താ പ്ലാന്? ഇജ്ജ് 2 ദിവസം പരിക്കുക ഒരു വ്ളോഗില്ലാണ്. എല്ലാരും ചോദിച്ചിട്ടുണ്ട് എവിടെ നിങ്ങളെ വ്ളോഗ്, എവിടെ നിങ്ങളൊക്കെ. എന്നിട്ട് കുറച്ച് ബേക്കറി വാങ്ങിക്കൊടുത്ത് അവിടെ ഇരുത്തി നോക്ക്. മിനിറ്റിനെ കൊണ്ട് ആരാണ് ഫാസ്റ്റ് കഴിച്ചത്? നമ്മളുണ്ടാക്കി ശരിയാവോ? വെറുതെ തൊടുക്കൂടാന്. അടുത്ത ഷാളാണ്. മരത്തുമ്പോ തോണ്ടി കളിച്ചു. ഈ മരം ഇപ്പൊ 4 കുഴിച്ചിട്ടാടാ പെട്ടെന്ന് വലുതേക്കണേ. ഇപ്പൊ 4 കുഴിച്ചിട്ട മരം 3ലോ? ആ എന്നെ ഞമ്മളത് പെട്ടെന്ന് വലുതായി. 3 കൊല്ലൊന്നും ആയിട്ടില്ല കുഴിച്ചിട്ടിട്ട്. നമ്മളെ പൂച്ചക്കുട്ടി പിടിച്ചതാ ലിയോ. എന്ത് ഈ ഒരു കൈ ഭയങ്കര ടൈറ്റ് ആണ്. ബട്ടൺസ് എവിടെ ലിയോ? ലിയോ കുട്ടി എടാ അതിന്റെ അമ്മ ചത്തോലോ ഇന്നലെ. ലിയോ ഡ്രസ് ഇട്. നേരത്തെ പറഞ്ഞ മാതിരി ഉണ്ടല്ലോ, ചക്കക്ക് പോവുകയാണ്. ചാക്കുണ്ട്. റേഷൻ കാർഡ് എന്നാ ചാടി. അപ്പൊ റേഷൻ കാർഡൊക്കെ എന്തിനാ വെച്ചാല് പോണ വഴിക്ക് ചിലപ്പോ റേഷൻ വാങ്ങും. പിന്നെ ചക്ക ഇടാൻ പോവുകയാണ് അമ്മോന്റെ പെരിക്ക്, വല്യമ്മാന്റെ ആങ്ങളുടെ പെരിക്ക് കേട്ടോ. മറ്റോലൊക്കെ അവിടെ കാറിലാക്കണം കേറി കുത്തിന്ന്. ഞാനും ഉമ്മീണ്ട് പോകാന്. ഇന്നത്തെ കാലത്തെ വണ്ടി കയറി കുത്തി നിക്കണ ഇപ്പിണ്ട്. പനേറ്റൊന്നും ഏതായാലും പോകല്ലേ. ഇപ്പൊ വണ്ടി കുത്തിരുന്നോളൂ. ഇപ്പൊ മകൻ വന്നപ്പോ എല്ലായിടത്തും കൊണ്ടില്ലേ നിങ്ങള്? ഇത് റേഷൻ കാർഡ്, റേഷൻ വാങ്ങാൻ പോകാൻ വെക്കോ അതിലേ? പോയി നോക്കാം. അതിന് ഡ്രൈവർ ഇല്ലേ? ഡ്രൈവർ എന്താ വെറുതെ തിരിച്ചളിച്ചണ്? ഇമ്മാനെ കൊണ്ടുവരാ ബേക്കടിച്ച് ഞാൻ അങ്ങോട്ട് പോയി. ഇമ്മ ഇങ്ങോട്ട് നടന്നു തന്നോളൂ. എന്തേ? അപ്പൊ ഇനി എന്താ പരിപാടി വെച്ചാല് എന്താ മൂക്കുമ്പോ ഡോട്ട് ഇവിടെ വാ. വലിച്ചതല്ല ലിപ്സ്റ്റിക് മൂക്കുമ്പോ നെറ്റിമ്മ പൗഡർ ഉണ്ട്. എന്തൊക്കെയാണ്? കുറച്ച് സാധനങ്ങളുള്ളൂ. ഇതൊക്കെ നിസ്സാരം എടുക്കണല്ലോ. ഇമ്മ അവിടെയാണ്. പോയിട്ട് വരാം. ഇന്നലെ ഫുഡ് കഴിക്കാൻ പോയപ്പോ എല്ലാരും പറയുന്നുണ്ട് വല്യമാനെ അമ്മായിനും കൊണ്ടേക്കൂടെ, വണ്ടിയിൽ സ്ഥലമല്ല. ബാധ്യതയല്ലോ. ആ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാം. എടാ അവിടെ നമുക്ക് പാലത്തിന്റെ അടുക്ക് പോകാൻ പറ്റും. എനിക്ക് എണ്ണേ എണ്ണല്ലേ? നേരെ പോയി എണ്ണ അടിക്കടാ. കാർ ഓടിച്ചാലേ എണ്ണക്ക പഞ്ഞം വെള്ളം പറഞ്ഞു തരും. തവണ എന്ത് പറയുന്നു? എന്ത് ഇത്രയില്ലേ? ഓലോടൊക്കെ കുറച്ച് മൂത്രം വെച്ചാൻ പറഞ്ഞത്. അത് പൈസ തന്നെ വേണ്ടേ? സ്കൂട്ടി ആണെങ്കിൽ 100 രൂപയ്ക്ക് ഒരാഴ്ച പോകും. പക്ഷെ കാറാണെങ്കിൽ ഉണ്ടല്ലോ ഇല്ല. അപ്പൊ ഉമ്മ വരുന്നുണ്ട്. അപ്പൊ ഇനി വന്നിട്ട് കട്ടിക്കിട്ടെ. സ്കൂട്ടിമേ കൊള്ളണില്ല, കാറ് കയറിയപ്പോ കാറിൽ കൊണ്ടു. ഇനി വല്ല ലോറി വാങ്ങി. അപ്പൊ ഗൈസ് വണ്ടി ഇപ്പൊ സ്റ്റാർട്ടാക്കി ഇവിടെ നിന്ന് നിക്കണേ. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ പോകും. ആക്കും പോലെ അതില് ടൈം എടുത്താല് നമ്മളെ എന്തായാലും മുണ്ടലി ആ വീഡിയോയില് ഫുള്ള് മുണ്ടലി ഇപ്പോഴും എന്നെ പറയുന്നു. ഉമ്മാലൊക്കെ വലിച്ചിട്ടിട്ട് ഇപ്പൊ ഇതാക്കിയിട്ടില്ല. ഇതാണ് കാലം നമുക്ക് ഓരോ ടൈം തെളിയിച്ചിരുന്നത്. ഇപ്പൊ കയറി കുത്തിരിക്കണ ഇപ്പൊ വരെ പാഞ്ഞത്തിരുന്നു. മകന്റെ കാറായിട്ടാ തോന്നുന്നുണ്ട്. നമ്മള് ഡോറൊക്കെ അല്ല റോഡ് നാളെ പോയ റോഡൊക്കെ ഇതാറിട്ടു. നമ്മള് വിചാരിച്ചിരുന്നത് പാലത്തുമ്പോ പോയിട്ട് നമ്മക്ക് എല്ലാവർക്കും കറക്കുകയാണെങ്കിൽ റേഷൻ പീടിയും കറങ്ങി ചക്കി മുണ്ടല്ലേ, എന്തൊരു മുണ്ടല്ലേ, ചക്കി എടുത്ത് പെരാന്നൊക്കെയാണ് നമ്മളെ ഒരു നിഗമനം. എല്ലാരും എന്തൊക്കെ ആകും അറിയില്ല. അമ്മ എന്തൊക്കെ ഓതിക്കണം നോക്കുന്നു. എല്ലാരും ഒരു ഊതിക്കണം. എവിടെ എല്ലാം പോവാക്കാനേ ഇപ്പൊ പൂച്ചാളൊക്കെ മാറിയിട്ടില്ല. അങ്ങനെ
അങ്ങോട്ട് പോയിട്ട് ചക്ക നേരെ കഴിഞ്ഞ് പോകാം. ചായ കുടിച്ചാൽ പോയാലോ? എന്താ പറയണേ? ചായ കുടിച്ചാണോ? അയ്യോ തെറ്റ്. എന്തിനാ ഇറങ്ങിയതാ? അപ്പൊ ചക്കൊക്കെ ഇറങ്ങിയതാ. ചക്ക നാളെയാണ് അപ്പൊ പ്ലാൻ മാറി. ഇല്ല ചക്ക കൊണ്ടുവന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് മാറ്റിക്കൊണ്ടു. എന്തിപ്പോ സഹകരിക്കില്ലല്ലോ. എത്രങ്ങാന്ന് ജനങ്ങൾ ഈ റോഡിന് ആദ്യമായിട്ടാ വരുന്നത്. ഞങ്ങളതിലേക്ക് പോയിട്ടില്ലേരും ചാടാൻ പാട് എല്ലാം ആര് വന്നാലും നമ്മൾ നിർത്തിയത് ഓല എങ്ങനെ ചെഞ്ഞായാലും മതില്ല ഓല് പോയിക്കോളും ഉണ്ടല്ലേ എല്ലാവർക്കും തോന്നുന്നു ഇറക്കാണ് ഭയങ്കര ഇറക്കൊന്നും കാട്ടിക്കൊത്ത ഈ നമ്മൾ ഈ ഇറക്കത്തിൽ കൂടെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഇറക്കത്തിൽ കൂടെ ഉണ്ടല്ലേ അങ്ങോട്ടൊക്കെ പോണത് ആടാ കട്ട കട്ട് ചെയ്തതാണ് കാണുന്നുണ്ടോ അതൊക്കെ ഇപ്പൊ ആസ്വദിക്കാണ് ഇപ്പൊ ഒരു എന്താ രാജാവിന്റെ സെറ്റപ്പിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇരിക്കണല്ലോ അല്ല അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടില്ല അല്ലെങ്കിൽ വിളിച്ചാ വരുന്നല്ല ഫുഡ് നിസ്സാരാണ് ഞങ്ങള് ഫുഡ് വ്ളോഗിലും കാര്യമൊന്നും ഉപ്പാനെ കാണല്ലേ പുറത്തു പോയി എന്നിട്ട് ഉപ്പാനെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് വന്നു വാപ്പ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാ പോകുക വരൂല ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഞാനുണ്ട് ഇന്ന് ഉപ്പാനെ കണക്കിൽ കൂട്ടിയിട്ടുമില്ല അപ്പൊ ഞാനുണ്ട് അപ്പൊ അങ്ങനെ പോയാ തേനി പർദ്ദയൊക്കെ ഇട്ടതാ ചുരിദാറൊക്കെ ഇടണം വിചാരിച്ചു പിന്നെ ഈറ്റങ്ങളൊക്കെ കണ്ടപ്പോ മാക്സ് ഇട്ട് പോവാന്ന്. അപ്പൊ ചക്കക്കല്ലേ ഇവിടെ അടുത്ത് തന്നെ വരാം. അതോട് കടന്നോട്ടെ. അപ്പൊ ഞമ്മക്ക് ആദ്യം എങ്ങട്ടാ പോകുന്നു? ആദ്യം പാലം അതിന്റെ പിന്നെ ചായ പിന്നെ നമ്മളെ വീട്ടിക്ക് വിചാരിച്ചിട്ട് പോലീസ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ എല്ലാവർക്കും ഉണ്ട്. എല്ലാരും ഞങ്ങൾ ഭയങ്കര അതർക്കല് ഞങ്ങൾ ആദ്യം കറിയപ്പണ്ടേനി ഇപ്പൊ ഒന്നുമില്ല. ആര് വന്നാലും അവിടെ കയറണം അയ്യോ അങ്ങനെ വളഞ്ഞു ഇനി കയറ്റം ടൈം കൊടുത്താലും വളഞ്ഞാ മതി. ഇവിടെ ഇറങ്ങുമ്പോ ഭയങ്കര ഇതാട്ടോ. അവിടെ എപ്പോഴും എന്നെ പോയാ മതി. ഓട്ടുന്ന വണ്ടി ഇപ്പച്ച സിയാക്ക് നല്ല ഓട്ടുന്നേ അതാണ് രണ്ട് വാക്ക് പറഞ്ഞാണ് വർത്താനം പറയും വീട്ടില് പറയാനേ നന്ദി നമസ്കാരം സന്തോഷല്ലേ ഓ നല്ല ഓട്ടണില്ലേ ഇപ്പൊ ഇവിടെ പാലത്തിന്റെ അവിടെ എത്താനയക്കണ് എന്താന്ന് വെച്ചാല് ചക്ക നമ്മള് വരന്റെ അപ്പുറത്താണ് അപ്പൊ എന്തായാലും കാറ് കയറിയ ശരിക്കൊന്ന് കയറ്റം കയറാം ഓനാണെങ്കിൽ ഓട്ടിയാണ് പഠിച്ചോട്ടെ ജീവിച്ചാണെങ്കിൽ ഒരുമിച്ച് ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ചേർന്നില്ല ആ ലെവൽക്കാണ് അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം പാൽമട്ടി ഓന് പഠിച്ചാനും വേണ്ട അപ്പം അതുകൊണ്ടാട്ടോ ഇപ്പൊ ഒപ്പം പോണ്. എല്ലാവർക്കും ഒരു രസമല്ലേ പഠിച്ചിരിക്കണ നമ്മളിപ്പോ കെട്ടിച്ച പറ്റിക്ക് പോകാനായില്ലേ അപ്പൊ ടൈമും ഇല്ല. അപ്പൊ ഓനെപ്പോഴാ ഓട്ടണം അപ്പൊ ഞങ്ങള് വേഗം കൂടി ഇരിക്കുകയാണ്. അല്ലാത്തൊന്നുമില്ല. ഓനോട് ആരും മുണ്ടണ്ട. ഓനൊറ്റൊരു വാക്കേ പറയാനുള്ളൂ. നമ്മള് മുണ്ടിട്ടാണ് അറിയട്ടോ വലിയ പൊട്ടിയെ ടെൻഷൻ വേണ്ട ജാഗ്രത. നമ്മള് ബേഗ് കയറി കുത്തിരിക്കണ പോലെ പ്രശ്നം എന്താ വെച്ചാ വളവാണ് തിരിവാണ് വണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറയും. ഉമ്മ സ്കൂട്ടിമ്മ തന്നെ തൊഴിൽ തരില്ല. അപ്പൊ ഓല് ഇതൊന്നും കാണാത്ത മതി. നമ്മളെല്ലാരും അങ്ങനെ തന്നെ എല്ലാരും അവസ്ഥയാണത്. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മള് സ്പോട്ടിൽ എത്തിക്കണം. ഇതാണ് ആ പാലം. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അങ്ങനെ പോയി ഇതൊക്കെ ഉണ്ട്. ചുഞ്ഞുമഞ്ഞ ഞാനക്കണ് അല്ല പാല കുടിച്ചണല്ലേ. ഇവിടെ പേടിയുണ്ട് പറ്റേ. മോരുമ്പളൊക്കെ ഉണ്ടല്ലേ.
ഇന്നത്തെ നടത്തം. മറ്റേ രാവിലെ വരണ്ടേല് ഇപ്പിയൊന്നും നടക്കലാണ്. ഇതിനെ എങ്ങോട്ട് പോകുന്ന പ്രേതണ്ട അവിടെ. വണ്ടി വണ്ടി ഈ ഒരു സാധനം എന്താ സമന എങ്ങട്ടാ നമ്മള് പോന്നിക്കണേ? എങ്ങനത്തെ പോന്നിക്കണേ? അങ്ങനെ നമ്മളിപ്പോ ഇവിടെ എത്തി. ഇനി ഇതിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കുട്ടികളൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഇറക്കി അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ നാട്ടിലത്തെ താത്താന്റെ പീടിയും കാക്കാന്റെ താത്താന്റെ ഒരു പീടിയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഐറ്റങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കും. നമ്മളെ തിന്നണമെന്നൊക്കെ വിചാരിച്ചു. ഒന്നുമില്ല, ചായ എന്തെങ്കിലും കേട്ടോ. അപ്പൊ നമ്മള് പോവാൻ നിക്കണം. അപ്പൊ ഒക്കെ ഇതാക്കണ ഇതിലുണ്ട്. ആയില്ലേ വാ. സൈനബാന്റെ ഒരേ ഒരു മരുമകളാവുമ്പോ നിർത്തി. അത് ദുണ്ടാപ്പി, നീ ദുണ്ടാപ്പി, ദുണ്ടുമണിയാണ് ദുണ്ടുമണി അല്ലേ? എന്റെ ഫോൺ നിർത്താ എന്റെ കയ്യത്തെ. അവിടെ അങ്ങോട്ട് പോകണ്ട, അവിടെ എങ്ങട്ട് അതോ അതോ അവിടെ വലിക്കാരുണ്ടോലോ. ധ്യാനോ വെറുതെ ഒരു വൈബ് മാതിരി. ഇപ്പൊ പെരിയിൽ അടഞ്ഞു കൂടി റൂമിൽ ഇങ്ങനെ സ്കൂട്ടിമ പന ഇത് നിങ്ങൾക്ക് അറിയും കൊണ്ടുപോകാൻ കഴിയൂല. ബേക്കൊക്കെ മറക്കാനും പന പൊന്തിച്ച് അത്രയായിട്ട് ഇരുത്താനൊക്കെ ഭയങ്കര ഇടങ്ങേറാണ്. ഇപ്പൊ ഈ നടത്തം നീളത്തിൽ നടത്തം തുടങ്ങി അങ്ങനെ നടക്കും. ഇപ്പൊ കൊറേ ആയത്തിലാറ് ഉഷാറായിക്കണം കേട്ടോ. ഇരിക്കാനും പറ്റൂല, തിരിയാനും പറ്റൂല. അപ്പോഴാണ് ഇപ്പൊ ഉഷാറായിക്കണ്. കൊറേ ആൾക്കാർ നിങ്ങളെയൊക്കെ പ്രാർത്ഥനയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാക്കണൊക്കെ അവിടെ. ആ ആയിക്കോട്ടെ. ഇതാക്കണ ഇതില് ചാടിച്ചേണ്ടി വരുമ്പോ ടോക്കണല്ല മതി. വജ്ജൊക്കെ ഉണ്ട്. പോയാട്ടെ എന്നാട്ടെ. ഷുട്ടിരുപതി കൊതുക് തലമ്മ മുട്ട തലമ്മ കുറയുണ്ട്. വെറുതെ അന്ന് മുട്ടക്കണ്. ആ താത്താ വരുന്നു. അത് കൊടുക്കൊന്നിന്റെ പോന്നിക്കണ്. അതാണ് സംഭവം. അപ്പൊ ആരോടും പറയണ്ട. എന്നിട്ട് ഞാന് ഒപ്പിച്ചെന്ന് വെച്ചതാ. ഈ നല്ല സ്നേഹം അഞ്ചത്തിനാ ഗീവ് കൊടുത്താ വരും. എന്നിട്ട് കൊടുത്ത നീ പൊയിലൊന്നും വെള്ളല്ല. വേനലിനൊക്കെ എന്താ കാട്ടല്ലേ? നമ്മളെ വയനാടും അവിടെയൊക്കെ ദുരന്തം ഉണ്ടായപ്പോ നമ്മളീ പൊയി കൂടിയാണ് ആൾക്കാര് വന്നിന് കേട്ടോ. അവശിഷ്ടപോലെ മൃതദേഹങ്ങള് വന്നിരുന്നത്. ചാലിയാറ് കയ്യും കാലും ഒക്കെ ആയിട്ട് അന്ന് കൊറേ ആൾക്കാരൊക്കെ കൂടി. ഇത് അറിയണത് എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ആ നീല കാണണ്ടാവും. ആ നീല കാണുമ്പോ മഴ നല്ല വരുന്ന ടൈമിൽ അവിടെ ഷട്ടർ ഇടും. ഇത് കൊറേ സ്ഥലത്തുണ്ട് കേട്ടോ. ഞങ്ങള് വെറുതെ പറഞ്ഞത്. ഇവിടെ കൊറേ ആൾക്കാര് കാണാൻ വരും. ഞങ്ങൾ നാളെ വന്നീന്. അവിടെ കുപ്പായ കുരി അല്ല കഴിഞ്ഞ കഥ. വെള്ളം അധികം ഇല്ല. കെട്ടിക്കണ ആൾക്ക് മുണ്ടൊന്നും എടുത്തിട്ടില്ല. കെട്ടിക്കുണ്ട് വെള്ളം. വെള്ളത്തിപ്പോ ഇറങ്ങണ്ട ചൊറിയോ. വെള്ളമൊക്കെ ചൊറിയുന്നറിയോ. വെള്ളത്തിൽ ഇറങ്ങണ്ട. കുപ്പായിട് കോപ്പിറൈറ്റ്. വെള്ളമൊന്നുമില്ല, തീരല്ല. പക്ഷെ ആ സൈഡില് വെള്ളം ഉണ്ട്. കെട്ടി നിർത്തിക്കാണ്. അവിടെ വെള്ളം ഉണ്ട്. ആരോട് ഷഫീഖ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അടച്ചോനെ ദപ്പി വെള്ളം അമ്പിയൊക്കെ അപ്പിട്ട് എടി അല്ലെങ്കിൽ പൊയില് വെള്ളം ഉണ്ടാവൂല. ഇതിങ്ങനെ ഒഴുകണേ. ഇങ്ങനെ ഒഴുകണ ഒരു സ്ഥലാണ്. ബുഗോലോ അടീക്കോക്കി ഇറങ്ങിക്കോ. വെള്ളത്തിൽ ഇറങ്ങൂല. സിഫ്ന റിതു ആദൂനെ കുപ്പായിട്ടെടുത്ത കോപ്പിറൈറ്റ് വരുമ്പോ കോപ്പിറൈറ്റ് വരുന്ന്. എന്റെ കുട്ടിക്ക് എന്താന്ന് അറിയില്ല. ആ കാര്യത്തില് ഭയങ്കര പവറാ. ഇതിനവിടെ ബേക്കല് കൊയിന്താട്ടിരിക്കണ്. കാഞ്ചന കൊണ്ടേകോളിയോയ്
ബ്ലാക്ക് ഷർട്ട് ട്രൗസർ ഇട്ടോരോ നോക്കണൊക്കെ ഒരു കണ്ണ് വന്നിട്ടേ കണ്ണിങ്ങനെ വരും, നാക്കൊക്കെ നീട്ടി അന്നെയാ നീന്തിച്ചത് ശരിക്ക്. അത് 2 കുട്ടികള് നോക്ക്, ഇവിടെ നല്ല ആയുണ്ട്. മീ ഓലോട്ട് തുറക്കുമ്പോ പറയും ഇപ്പൊ അവിടെ ഇരുന്ന് എന്നിട്ട് അതിന്റെ ചെറിയ പോകാൻ വേണ്ടി വന്നിരുന്നിക്കണ്. ഇതൊക്കെ അപ്പി വെള്ളാണ്. ഇതൊക്കെ നല്ല ആയല്ലേ. ഇവിടെ ഒന്നും കുണ്ടില്ല. എങ്ങനെ എടി ഇവിടെ ആയല്ല ഇല്ല. ഇത് ഇതാക്കണ നില കാണണേ. അപ്പുറത്തെ സൈഡാക്കാരടാ. ഇവിടെ ഉണ്ടാവൂല. കള്ളുടിയന്മാരെ കാറാട്ടാ തോന്നുന്നു. കുട്ടീനെ എടുക്കണേ. ഓ അതൊന്നും വിളിച്ചണ അത് പ്രളയത്തിന് ഇങ്ങനെ ഈ കുന്നും കാരൊക്കെ ഇടിഞ്ഞു വീണിട്ട് പ്രളയത്തിന്റെ ടൈമിലുണ്ടത്. എന്നിട്ട് ഇവിടെ വെള്ളം നോക്കാൻ വന്നതിനാൽ ആൾക്കാർ ഫസ്റ്റ് ഇവിടെ വന്ന് തങ്ങും. ഇവിടെ ആരെങ്കിലും ഒലിച്ചു പോയാൽ ഷട്ടർ താത്തും. അപ്പൊ ഇവിടെ വന്നിട്ട് അടയും. താത്തേക്കാണ് ഇനി പൊന്തിച്ച് അപ്പൊ ആ ഷട്ടറിന്റെ അവിടെ വന്ന് അടയും. അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന്. ഇവിടെ നല്ല ഒഴുക്കാണ്. കടല് മാതിരി തിര വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് എന്ന് അറിയില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു എല്ലാരും അയിലയില് നടക്കാണ്. ചക്കക്ക് വന്നപ്പോ ചക്ക ഇവിടെ കുയിന്താറ്റി നടക്കുക. സാരില്ല മീൻ പിടിച്ചോട്ടെ ഇമ്മ കേട്ടാ. അവിടെ നിന്നാണ്ടല്ലോ കഴിഞ്ഞ് അല്ലേ. അവിടെ ഭയങ്കര ഒയ്ക്കാണ്. മെഷീൻ പ്രവർത്തിച്ചാണാവോ ചെറിയ അത്രയും വെള്ളം കെട്ടിയെടുത്തേക്കല്ലേ വിടാതെ. എന്തേലും ഉണ്ടാവും. വരുന്ന പാലവും കണ്ടു. വല ഇട്ടുണ്ട്. വല തെമ്മീൻ കാലം ഇപ്പൊ കിട്ടുന്നതാണ് ഗേസ്. തെമ്മീൻ കാലം എന്താ സ്രാവോ ഷാർപ്പ് എന്താ കല്ലെറിഞ്ഞത്. ഇവിടെ മീൻ ചൂണ്ടയൊക്കെ ഉണ്ട്. ഇവിടെ കുത്തിരിക്കാണ്. അതല്ല സെഫ്നാന്റെ സ്റ്റോറേജ് ഇല്ല. കാണാൻ നല്ല ചൊറുക്ക. ഫോൺ കാട്ടി കൊടുത്താ കാണാൻ നല്ല ചൊറുക്കാണ്. സ്റ്റോറേജ് ഇല്ല. ആട് ഉണ്ടപ്പെട്ടങ്ങായോയ്. ഇതെന്താണ് എങ്ങനെ പെണ്ണുക്കണ് നമ്മളെങ്ങനെ പെണ്ണുക്കണ് നോക്കി. കിട്ടി തണ്ടോളൊപ്പം നിക്കില്ലേ കേട്ടോ. റീത കണ്ണൊക്കെ മണലാവും. ഈ നേരമായിട്ടാണ്. വൈകുന്നേരമാണെങ്കിൽ നല്ല ഇതാക്കാരം. വന്നോടത്ത് കൂടെ തന്നെ പോവുകയാണ്. വേറെ പോവാൻ വഴിയൊന്നുമില്ല. എളുപ്പ വഴിയൊന്നുമില്ല. എന്ത് നീന്താനീ വെള്ളത്തിലാണ്ട് അയച്ചാല് മേ പോരി ബാക്കി ഇതോ കുഞ്ഞാനി എന്താ നെറ്റിമ്മേ പോയന്റെ വക്കത്ത് നിന്നിട്ടാ പൊക്കോല. നീന്താന വേറെ പോയിക്കാണ്. കുപ്പിയൊക്കെ ഇട്ട് ചീച്ചയാണ്. വാ പോര്. ഇവിടെ പ്രേതം ഉണ്ട് കേട്ടോ. പോയ വക്കത്ത് പ്രേതങ്ങൾ ഉണ്ടാവും. വേ പോര്. മുന്നു പോണോലെ കൊണ്ടാവൂല. വേം പോരി. ചാർച്ചാണ്ട് ആരില്ലാത്ത ടൈമില് കാല് വരെ പുടിച്ചാണ് കൊണ്ടുപോകും. എന്നാ ബാ ഫിദുജു ഒപ്പം നടന്ന. ഫിദു രണ്ടാളും ഒപ്പം നടന്നു. ഓ അച്ചിമാരിപ്പോ നടക്ക് പോയിങ്ങാണ്ടേ.
ഇതിലൊക്കെ വെള്ളം കേറിയേ മഴക്കാലായാലും അതാണ് ഈ പൊയങ്കല്ലും കിട്ടുന്നത്. വൈകുന്നേരമായ പോലീസുകാരുണ്ടാവും അവിടെ. ഇവിടെ അതിലൊരു 5:30-6 മണിയായപ്പോ ഞങ്ങളോട് പോകാൻ പറഞ്ഞതേ കോഴിക്കോട് ഇവിടെ ശരിയല്ല. ചെക്കന്മാര് വരുന്നു. കേറാൻ വയ്ക്കൂല, ഇറങ്ങാ പിന്നെയും കുഴപ്പല്ലേ. ഇനി ഞാൻ പിടിച്ചാലൊന്നും അപ്പൊ ചിരിച്ച 3 ആള് നിലത്ത് കിടക്കും, 3 നിലത്തുണ്ടാവും. ഇപ്പൊ ആ കൊഴങ്ങിക്കണേ ഇത് അപ്പനെ പിടിച്ച് ഞാനെ ചന്തകളെ വേഗം ആരിഞ്ഞു വരുമ്പോ കൊണ്ടുവരൂല. ഞങ്ങള് 4 വരും. വേറെ പൊയ്ക്ക് എലിമിനേറ്റ് ചെയ്യുന്നതാണ്. വേറെ പൊയ്ക്ക് ഇഞ്ഞും വരും ഞങ്ങള്. എന്റെ കുട്ടീനെ ഞാൻ കൊണ്ടുവരും. ഇതെത്ത മുന്നിക്ക് നടക്കാത്തേക്ക് ആകെയുള്ള കുട്ടിയാണ്. അമ്മയെ നിർത്തി ഒരു പാലും കുപ്പി വാങ്ങിക്കൊടുക്കണം. ഞാൻ പറഞ്ഞാ കേക്കൂലട്ടാ ഇതിന്. അവിടെ പാമ്പുണ്ടാവും. മൂത്ത കൂട്ടു ഞാൻ കൊണ്ടുപോകുമ്പോ ഒരു ചായ കുടിച്ചാൽ പിടിക്കത്തില്ലേ. അവിടെ ഒറ്റക്കുന്നു പ്രേതം കൊണ്ടോട്ടെ. ഓളെ ട്യൂണാണത്. കുട്ടികൾ പാഞ്ഞ് നമ്മുടെ ബേക്കിലുണ്ടാവും. വലിയോരെ കണ്ണില് ഇമ്മ ആ ചെറിയ കല്ലിന് മതി എനിക്ക്. അപ്പൊ ഒന്നുമില്ലല്ലോ. എല്ലാരും പറയാ ആള് പാവാണ്, ഉറങ്ങി കിടക്കുന്ന പാവ. നല്ല കുട്ടിയാലേ, നല്ല കുട്ടിയാണ്. ഓളെ കച്ചിന്റെ കുട്ടിയുണ്ട്. ഓളറിഞ്ഞോ എന്റെ കുട്ടി അറിയല്ലേ. അയ്യ എത്ര അറിയല്ലേ സാമന ഇത് കുട്ടീനെ വാങ്ങിക്കാ, കുട്ടീനെ വാങ്ങിക്കാ, കുട്ടീനെ കൊടുക്ക റീതുവിന്. ഈ സാധനത്താളൊന്ന് കൊണ്ട. അതെ നല്ല കുട്ടിയല്ലേ, നല്ല കുട്ടിയല്ലേ. കല്ലുത്ത അറിയല്ലേ. ലൈസ വേണ്ടിയ എന്താ വേണ്ടിയ കുട്ടീനെ വായിക്കാ. എപ്പ കൊണ്ടീ നേരെ പേടിക്ക. പോരി ബാ ബാ ബാ. ക്യാമറ ഓൺ ആക്കിയാല് പല ക്ലിപ്പുകള് ഒപ്പം വരും. വണ്ടി വരും. ഇതിന്റെ കയ്യിൽ കൂടി ഇത് പറഞ്ഞ കേക്കണ്ടേ. ഇങ്ങോട്ട് വിളിച്ചുമ്പോ അങ്ങോട്ട് നോക്ക. ഞങ്ങള് പോക വാ അങ്ങോട്ടേന്ന്. എന്നാ അങ്ങോട്ട് പോയി. ഞാൻ പോവാ. ചായപ്പീടി പുറത്തന്നെ ചായ കുടിച്ചട്ടെ. ആ ചായപ്പീടി കയറണ്ടപ്പോ ചായ നമ്മ ഒരു മള്ളോ ഇപ്പാന അവിടെ ഇരുത്തിയാലേ. ശരിക്കറിഞ്ഞിട്ടില്ല. പിന്നെ സർവത്തുണ്ടോലോ. സർവത്തോ ചെറുതല്ലേ? മനസ്സിലായിട്ടില്ലേ? ഇത് പറയുമ്പോ മനസ്സിലായി. ചായ ചൂടാ. പോയന്റെ അവിടെ എന്താ ചൂട്? ഉണ്ട അല്ല ഉണ്ണിയപ്പം. അതെടുക്ക്. മുട്ടായിയോ എത്ര പേറ്റ്? ഉള്ളി ഉണ്ണിയപ്പം പരിപ്പ് വട. ഇല്ല ഇപ്പൊ കൊറേ ആയി വന്നിട്ട്. ഇപ്പൊ ഒറ്റക്ക് എങ്ങോട്ടും വരലില്ല. അങ്ങനെ വീണിട്ടാണ്ട് കൊണ്ടുവന്നാക്കലാണ്. പിന്നെ എന്തോ പ്രശ്നാണ്. ഇപ്പൊ വന്നപ്പോ ഇങ്ങനെ കൊണ്ടെടുക്കാറുണ്ട്.
കടി ചോദിച്ചില്ലത് ഒരു 5 സർവത്ത് എനിക്കാണോ 6 സർവത്ത് മോരും വെള്ളല്ലേ ആ എനിക്ക് മോരും വെള്ള അമ്മക്ക് ഉണ്ടാക്കും ഒരാള് സർബത്ത് ഒരാൾ മോരും വെള്ളം അങ്ങോട്ടും കൊണ്ട് കുടിച്ചാ ഷഫീഖിനെന്താ ഇല്ല 2 സർവത്ത് ഇപ്പാക്ക് 3 സർവത്ത് തണുപ്പില്ലേ ആ സർബത്ത് പറഞ്ഞ കുൽക്കി സർബത്ത അല്ലല്ലോ ഇപ്പൊ 10 രൂപയുടെ തേരുമുട്ടായി ആണല്ലോ ഒക്കെ തേൻ്റെ ഉള്ളിൽ കയറിക്കോളൂ ആട്ടുംകുട്ടികളൊക്കെ കേറി ഉള്ളിക്ക് ആട്ടുംകൂട്ടിക്ക് കയറിക്കാണി നമ്മ ഭംഗിയ എടുക്കണോ ഉണ്ണിയപ്പൊക്കെ ഇപ്പൊ നെയ്യപ്പത്തിന്റെ അത്ര വലിപ്പുണ്ടല്ലേ ഉണ്ണിയപ്പത്തിന്റെ വലിപ്പം കൂടി വരുന്നുണ്ട് കേട്ടോ ആ എങ്ങനെ ഡയലോഗ് ഒന്നല്ലോ നെയ്യത്തിന്റെ വലിപ്പം കുറയുന്നോണ്ടാണ് നെയ്യപ്പത്തിന്റെ എന്തിന് ഉണ്ണിയപ്പത്തിന്റെ ഇവിടെ സീറ്റ് ഉണ്ടേ ഇവിടെ തണുത്ത എന്ത് സാധനം അല്ല തേമുട്ടായോ ഈ തേമുട്ടായി ഇതുവരെ നൊസ്റ്റാൾജിയ തരും മൽപ്പം കുറയുണ്ട് കമ്പനിക്കാരെ കച്ച് ചെറുതാക്കാണ് ഞാന് സൈഡില്ല ഒന്നും നോക്കിയില്ല മോരും വെള്ളം എങ്ങനെ നോക്കി കുടിച്ചു നോക്കി കാക്കോലി സർബത്ത് മടവാണേ നല്ല തണുപ്പുണ്ടോ സൂപ്പറാ സിന കുടിക്കൂ ആ എനിക്ക് വേണ്ട അതാ ഇന്റതാ ഇനി 3 എണ്ണം വലിയ ക്ലാസ് ആണ് ഇനി 2 എണ്ണം ഇനി ഒന്നും ടേസ്റ്റ് ഉണ്ടോ അല്ല ഞാൻ കാക്ക ചീത്തറ സർബത്ത് ആ വല്ല വാങ്ങിയപ്പോ എന്റെ അടുത്ത് കുടിച്ചിടാൻ മോരുമ്പോളം രസം നോക്കട്ടെ അങ്ങനെ രസം മോരോളം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും കുടിക്കേണ്ടത് കടിയോ ഒരു നെയ്യപ്പം ഒരു ഉണ്ണിയപ്പം ഏതാ എക്സ്പ്രഷൻ ആ കൊടുത്താണെങ്കിൽ മുളക് ഇരിയ എടാ വിധാനം ഫ്രൂട്ടിയാണ്ടേ വിധാനം തടിയേ ആന്റിന്ന് ചുമ്മാണ് കേട്ടോ അന്നൂർക്കല്ലേ കുടിച്ചോ എന്റെ പോണത് ചെസ്സോ ചെസ് പറഞ്ഞിട്ടാണ്ട് കൊണ്ടുപോകണ്ട ബാലൻസ് അല്ല സ്നേഹിത അത് ഞാനൊരു ക്ലാസ് ഉള്ളു കുടിച്ചു പോലും വേണം സർബത്ത് മൊഹബത്ത് അത് വേണോ കുലുക്കി സർബത്താണ് ആഹാ കുറച്ച് നാരങ്ങച്ചാർ എടുക്കട്ടെ ഞാൻ കുറച്ച് നാരങ്ങച്ചാർ എടുക്കട്ടെ ചേച്ചിയാ ഇതാ ബില്ല് ഒരുപാടാവുന്നുണ്ട് പള്ള കത്തിക്കാളിന് ഇതുമാടനെ കുടിപ്പിച്ചോ വേണ്ട ഒക്കെ കുടിച്ചൂല ഒരു മുട്ട 5 കഴിഞ്ഞു ഇപ്പൊ 6 മാസം ഓനുണ്ടേനേല് ഒരു മധുരല്ല സാധനം ഉണ്ട് നിങ്ങൾക്ക് മധുരം പറ്റൂല അല്ല സമന ഇവിടുന്ന് പോരാല പൂതിയൊന്നുമില്ലേ ആ സമനത്ത് വാങ്ങിയതാ ഇതാ വാങ്ങിക്കണൊന്ന് ദിയാന്റെ കജ്ജില് ദിയാന്റെ കജ്ജിലുണ്ട് ഫിദാന്റെ കജ്ജിലുണ്ട് ഇനി വേണ്ട സമൂസന്റെ വാതി ഹോട്ടലത്തെ തിന്ന്
ഇരുന്നോളി വല്ല കണ്ട വേഗം കൂട്ടിക്കളി. സമന എന്റെ ഫോൺ പിടിച്ചാ ഇത് കൊടുന്ന വേ കജ്ജി പിടിച്ചോ, കൈ പിടിച്ചോ, നമുക്ക് തിന്നാ. നിന്റെ കയ്യില് സേല എവിടെ ഇതുവാ ഒന്ന് തിന്നു കൊയങ്ങിയുണ്ട്. ഞാൻ തോന്നുന്നു ഇങ്ങനെയൊന്നും ഇഷ്ടല്ല. ഞാൻ പൈസ കൊടുക്കില്ല. പൈസ കൊടുക്കൂലെന്നാ പറഞ്ഞു. ഒരു നെയ്യപ്പം, അല്ല കേട്ടോ, ഇതിന് പൈസ കൊടുക്കണം. ഒരു ഉണ്ണിയപ്പം, പിന്നെ എന്താണ് എടാ പിന്നെ ഒരു പുളി അച്ചാറാണോല്ലോ. ഒരു ഉണ്ണിയപ്പം, ഒരു നെയ്യപ്പം, ഒരു പരിപ്പ് വട, ഒരു സമോസ. പിന്നെ ലേസ് 3 അല്ലേ? പച്ച ലേസ്, ഒരു പച്ച പൈസ വേണ്ടാന്ന് മറ്റോ പച്ച വേണ്ട. അപ്പൊ അതാക്കുന്നത് വെച്ചു 2 ലേസ്, ഒരു ഫ്രൂട്ടി. ആളെത്ര ഉണ്ട് പരിപ്പോടെ? തരുട്ടോ തരും, പൈസ തരും, പേടിച്ചണ്ട. വിട്ടെടുത്തോ. ഈ സാധനത്തിങ്ങളായിട്ടൊക്കെ പോയാലേ ആരും പൈസ കൊടുക്കൂല. അങ്ങനെ നമ്മളെ ചാടി വെള്ളടി കാര്യൊക്കെ കഴിഞ്ഞില്ലൊക്കെ ഒന്നുംപാടൊക്കെ ഒന്ന് കറങ്ങി, എന്താ പറയാ, 2 ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിപ്പോ വണ്ടി കയറിയാണ്. ഓള് കുട്ടിനെ വെച്ച് തരാൻ നിന്നപ്പോ പറഞ്ഞു അതിനെടുക്കണ്ട ഉമ്മച്ചി ഇന്നെടുത്താതി പറഞ്ഞ് ഓള് പെരുമയിലാക്കിക്കണ്. നോക്കാം മൂത്ത തെറ്റുട്ടോ. അതാ ഷെഫീക്ക് മൂത്തണ്ട് കുറച്ച് പുളിയച്ചാറ് തരുമോ? വീഡിയോയിൽ എങ്ങനെ ഉണ്ട് പറയാനാണ്. അപ്പൊ ഓൾക്ക് കുറെ നമ്മക്ക് അയച്ചു തരും. കുട്ടികളൊന്നും പണ്ടത്തെ അതിനെ നല്ലൊരു ഐഡിയ കേൾക്കണില്ല. പൊയ്യേക്ക് വന്നാണ്, പൊയ്യത്ത് ഒരു ഇളങ്കാറ്റൊന്നുമില്ലല്ലേ? വിയർത്ത് കുളിച്ചിക്കണ അല്ല ചില്ല് താത്തിക്കണേ പോവും, അപ്പൊ കാറ്റുണ്ടാവും. അങ്ങനെ നമ്മളിവിടെ വണ്ടി എടുത്തിട്ടോ. നമ്മള് പറയുന്ന എന്താ വെച്ചാ നമുക്ക് കുട്ടിന്റെ വിയർപ്പ് ഒച്ചോണ്ടേ തുത്തുമണിയോ തത്തമ്മ കുത്തിയോ കരിയാണ്. AC എടാ AC ഇല്ല, വരാനുള്ള ടൈം വരുന്നുണ്ടോ? വണ്ടികളൊക്കെ പോയിക്കോട്ടെ. വലിയ വണ്ടി, കുഞ്ഞു വണ്ടിയൊന്നല്ല, വലിയ വണ്ടി. ഇതെന്താ അത് മൂത്തന്റെ കുട്ടീനെ എടുക്കാനയക്കാത്തെ? അതിനടുത്തതാ കല്ലിട്ട് എന്താ അയക്കാത്തെ? ഇതില് കാറ്റെന്നോട്ടപ്പ കാറ്റ് വരുന്നുണ്ടേ. അതിൽ വെച്ചിട്ട് ഫോണിന്റെ അവിടെ നല്ല കാറ്റ്, നല്ല കാറ്റ്. ഓൾക്ക് ഓന്റെ മൈൻഡ് മാറ്റില്ല, ഇറങ്ങിക്കോട്ടെ പിറ്റുണ്ടാക്കല്. യോ ഷെഫീക്ക് വണ്ടിക്ക് സൈഡ് കൊടുക്കണുണ്ടോ? കണ്ട അപ്പൊ ഓന് പന്തളിക്കുള്ള ടൈമായി. അപ്പം അതിന്റെ വേജാറും കാര്യങ്ങളൊക്കെ ഓരോ മുഖത്ത് കാണും. ചക്കന്റെ പരിപാടി ഇന്ന് ഒന്നും നടന്നിട്ട് ക്യാൻസൽ ആയി. നമ്മൾ അടുത്ത വീഡിയോയിലെ ചക്കയുമായി വീണ്ടും വരും അല്ലേ? അപ്പൊ അതാക്കാരെ നമ്മള് പരിപാടി. അപ്പൊ നമ്മള് നേരെ ഉറങ്ങിട്ടോ, ആളുറങ്ങിയ പെരിയ പോവാണ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോ സുൽത്താൻമടി എത്തി, നമ്മളെ നാട്ടിലെത്തി. റേഷൻ പീടിയില് റേഷൻ വാങ്ങിക്കൊണ്ടിരിക്കാണ്. അപ്പൊ നമ്മള് തിരിച്ചുകൊണ്ടെന്നാണ്. അപ്പൊ തിരിച്ചാനറിയാത്ത ഓന് ഞങ്ങള് നേരത്തെ അരി കിട്ടുന്നതിന് മുന്നേ തിരിച്ചു വന്ന പരിപാടി. എന്തടി ഓനെ അത് സർബത്തും കുടിച്ചിട്ട്. അപ്പൊ എന്നിട്ട് ഉമ്മാക്ക് അരി ഇട്ടിട്ടില്ല, അമ്മയുടെ അരിക്ക് അപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് വേണം അരി കൊണ്ടുവരാം. എന്താ ഇവിടെ ഒച്ചയും പൂളി. ഒരു അരി അല്ലെങ്കിലേ സ്ഥലമല്ല, ഒരു അരിയും ചാക്ക് കൊണ്ടിരിക്കും, വന്നിട്ട് കിട്ടണില്ല. മനുഷ്യന്മാരോട് അറിയാൻ പറ്റും എന്താ പൊടിച്ചിട്ടൊക്കെ അറിയണില്ലോ കൊറേ ഇതിനൊരു ബൈക്ക് കൊണ്ടുവരരുത് കേട്ടോ. പന്തളിച്ചാൻ പോണോ കാത്തുക്കൊണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരു ചാക്കുണ്ട്. നമ്മീ വണ്ടി പോണ്ടി അങ്ങാടി ഉമ്മാനെ നാണം കെടുത്തല്ലേ സെലിബ്രിറ്റികളെ കാട്ടിക്കൂട്ടൊക്കെ.
പലാരം തിക്കോ ആരും ചാക്ക് പുറത്ത് കിടക്കി ഓനെ പുറത്ത് കിട്ടാ എന്ത് ഡ്രൈവർക്ക് എന്താ ഇന്നും പറയാല്ലേ? ഇന്നാളും ഒരു വട്ടം പറഞ്ഞു, ഇനിയും പറഞ്ഞോ എന്താ പറയാല്ലേ? ഡ്രൈവിംഗ് പഠിച്ചു. അരി റേഷൻ പിടിത്ത അരി നല്ലതാണല്ലേ നോക്കുന്നു? നല്ലതാണോ? കഴിഞ്ഞ പ്രാവശ്യത്തല്ല ഇപ്പൊ നമുക്ക് BP എല്ലാം മറ്റിന് അത്ര ചെല്ലടി ഉണ്ടോ? ഇത് നീളം കുറഞ്ഞ അരിയാ. നിങ്ങള് കുറവല്ലേ? ഞങ്ങള് പാലൊക്കെ കണ്ട് വന്നപ്പോ ഒരാള് സിബിടാനൊക്കെ മറന്ന് മുന്നിൽ വന്ന് നിക്കുന്നുണ്ട്. ഞാൻ കാരണം ഓരോ ഭാവി രക്ഷപ്പെട്ടു. എന്താണത്? കൊക്കവട 50 കിലോ. ഞാൻ മയോണീസ് കണ്ടോ, ഞാൻ ഫസ്റ്റ് കൊക്കോടയാണ് വിചാരിച്ചു. മയോണീസ് കണ്ടപ്പോഴാണ് കടയിൽ പോയി വാങ്ങി. മയോണൈസ് കടയിൽ പോയി വാങ്ങി. അപ്പൊ ബ്രോസ്റ്റും കറിയുന്നൊക്കെ നിനക്ക് എന്നാ ക്യാമറ കൊണ്ട് വേണ്ടേ? സത്യത്തിലുള്ള റിവ്യൂങ്ങള് ഞങ്ങള് കൊടുക്കൂലേ? ഇത് പോണോക്ക 10 കോഴി കേസായിട്ട് വേണോ അത് പോണ് ഇങ്ങട്ടാ ആണോലോ റോസ്റ്റ്. ഞാൻ വല്ല മറ്റെന്തെങ്കിലാണേല് മതിയായി. ഓട്ടെന്നാ ഒരു പീസ് തരി. വലിയ പീസാക്കി തറവാട്ടത്തെ ചിക്കൻ പൊരി ചൂടോടെ തിന്നുമ്പോഴോ ക്രിസ്പി അറിയാ. കുറച്ചേരം ഫ്രിഡ്ജിൽ വെക്കണേ മസാലയും കാര്യൊക്കെ. നാളെ ഞാൻ കൂടെ തേച്ച് വെക്കണം. രസമുണ്ട്. രസമുണ്ടാ? രസം എന്തിനാ ഞങ്ങള് കാണാറിയേ? അങ്ങോട്ട് മയോണൈസ് കടയിൽ പോയി വാങ്ങി. പക്ഷെ ബ്രോസ്റ്റ് വരിയുന്നുണ്ടാക്കി. എല്ലാരും മയോണൈസ് വരിയിലുണ്ടാക്കിട്ട് അങ്ങനെ സക്കൻ കോട്ടോ ഓല് മത്തായി വരികയാണ്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, കൊടുക്കുക. എത്ര ഞങ്ങൾക്ക് ഓരോരോ പീസ് ആനയോ മോട്ടെന്ന് പറഞ്ഞ് ചോർന്നിട്ടില്ല. എന്നാലും മുരിങ്ങ താളിപ്പും മീൻപൊരിയൊക്കെ ആയിട്ട് ഉപ്പേരിയൊക്കെ ആയിട്ട് പ്രോട്ടീനാണ് അന്ന്. ഒരു കാര്യം, ചിക്കനിൽ പ്രോട്ടീൻ ഉണ്ട്. ചിക്കൻ മാത്രമേ കുഴപ്പമില്ല. പക്ഷെ കുറച്ച് കളിക്കോട്ടെ, അത് നമ്മള് വർക്കൗട്ട് ചെയ്ത് ശരിയാണ്. ഫാറ്റ് വേണമെങ്കിൽ കളിക്കോട്ടെ. ഓ ഓപ്പൺ ജിം വെച്ച് കാരണം പൂട്ടും. കൊറേ മെഷീൻസ് ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യണേ. വെച്ചിട്ടുള്ളൂ. 2 മണിക്കൂർ മക്കണേ ചോദിച്ചണ്ട. അപ്പം അടുപ്പത്തല്ല മസാല കൂട്ടിട്ട് ഫ്രിഡ്ജിലൊക്കെ. അമ്മടിന്റെ കളറും ഒലീന്റെ കളറും വ്യത്യാസം കണ്ടോ? അത് മുക്കി വെക്കാണ്ടാണ്. കളർ നല്ല ഇടൂല, ഫുഡ് കളർ ഇടൂല. രസം ഉണ്ടെന്നാലും നിങ്ങളെന്തട്ടെ കോൺഫ്ലവറോ ഇതിട്ടതേ ഞങ്ങൾ ഓട്സ് ആണെങ്കിൽ സെറ്റ് കഴിഞ്ഞു. അതാണ് ആ പൊട്ടത്തെ തോട് തോടെ. ഒരു കടി കൊടുത്തതാ ആ എല്ലാം കൊടുത്തതാ. സോസ് തൊള്ളിയില് ഛർദിച്ചതാ. ഞാൻ വിചാരിച്ച മയോണൈസ് ആണ്. എത്ര രൂപയൊക്കെ അങ്ങേ? 500. 500
300 ചില്ലാനം റുപ്യാണ് കോഴി ഇറച്ചി ഉണ്ടാവും. ഞാൻ 1.5 കിലോന് 380. ബ്രോസ്റ്റ് പീസ് ഒക്കെ വന്നില്ല ആ എന്നാക്കി അതിനകത്ത് തൊലി ഉണ്ടാവും. കാര്യം അത് തിന്നു. നന്നായി ആകെ 2 കാര്യം ആ കാലം ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെ വേണല്ലേ? അതും വേണോ അങ്ങനെ ഓല് ബ്രോസ്റ്റ് ഒക്കെ തിന്ന് മറ്റോല് പായാണ് മറ്റോ കളിക്ക് പായാണ് ഇജ് എങ്ങനെ പോണിഞ്ഞ് ഞാൻ ഏകദേശം ഓരോ അപ്പൊ അവിടെ കയറിക്കോ 2 3 മുന്നു വന്ന് അതൊന്നുമില്ല അങ്ങനെ ഓല് പോയി. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമലൈക്കും. ലേഡി ഓക്കെ ഓക്കെ